ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ പോരാട്ടത്തിൽ സിക്സറുകളും ഫോറുകളുമായി കളം നിറഞ്ഞ നായകൻ സഞ്ജു സാംസൺ മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചുവെങ്കിലും അതിന് രാജസ്ഥാൻ റോയൽസിനെ വിജയതീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്രതീക്ഷിതമായി സഞ്ജു പുറത്തായതിൻ്റെ ആഘാതത്തിൽ നിന്ന് രാജസ്ഥാന് കരകയറാനാകാതെ വന്നപ്പോൾ ഡൽഹിക്ക് 20 റൺസിൻ്റെ മികച്ച വിജയം. ഇതോടെ 11 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റുമായി രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തുടരും. 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ഡൽഹി. 46 പന്തിൽ 6 സിക്സുകളും 8 ഫോറുകളുമായി 86 റൺസെടുത്ത സഞ്ജു സാംസൺ തന്നെയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ഡൽഹി ഉയർത്തിയ 222 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ രാജസ്ഥാന് തുടക്കത്തിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ നഷ്ടമായി. തുടർന്ന് ക്രീസിലെത്തിയ സഞ്ജുവിനെ കൂട്ടുപിടിച്ച് ജോസ് ബട്ട്ലർ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. സ്കോർ 67-ൽ നിൽക്കെ അക്ഷർ പട്ടേൽ ബട്ട്ലറെ പുറത്താക്കി. പിന്നാലെ ക്രീസിലെത്തിയ റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ച് കളിയുടെ നിയന്ത്രണം നായകൻ സഞ്ജു സാംസൺ ഏറ്റെടുത്തു. സിക്സുകളും ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞപ്പോൾ പരാഗും പിന്നാലെ എത്തിയ ശിവൻ തുമ്പയും മികച്ച പിന്തുണ തന്നെ നായകന് നൽകി. എന്നാൽ സ്കോർ 162-ൽ നിൽക്കെ മുകേഷ് കുമാർ എറിഞ്ഞ പന്ത് ഉയർത്തിയടിക്കാൻ ശ്രമിച്ചത് ബൗണ്ടറി ലൈനിന് തൊട്ടരികിൽ ഹോപ്പിന്റെ കൈകളിൽ അവസാനിച്ചതോടെ രാജസ്ഥാന്റെ പോരാട്ടത്തിനും മങ്ങലേറ്റു. എന്നാൽ സഞ്ജു നിർത്തിയിടത്തു നിന്ന് റോമാൻ പൗലുമായി ചേർന്ന് പോരാട്ടം തുടരാൻ ദുബൈ ശ്രമിച്ചുവെങ്കിലും അത് അധികം നീണ്ടില്ല.